ചൂട് കൂടുതൽ. ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. മെൽബൺ 5ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പതർച്ചയോടെ തുടക്കം. 2 വിക്കറ്റുകൾ നഷ്ടമായി. 17 റൺസ് എടുക്കുന്നതിനിടെ രാഹുലും ജയ്സ്വാളും പുറത്ത്. വാർത്തകളിലേക്ക് വിശദമായി. പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. CPM നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമനടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി CBI കോടതി പ്രഖ്യാപിക്കും. 24 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. പെരിയാർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരനാണ് കേസിലെ 1ാം പ്രതി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിരുന്നു. പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി പറയുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഉറ്റ സുഹൃത്തുക്കൾ. കിച്ചു എന്നും ജോഷി എന്നും വിളിപ്പേരുള്ള കൃപേഷും ശരത് ലാലും ഇല്ലാതായത് ഇന്നും ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അരും കൊലയ്ക്ക് 6 വർഷം തികയാറാകുമ്പോഴും ചോരപ്പാടും മുറിവും ഉണങ്ങിയിട്ടില്ല ഇവരുടെ മനസ്സിൽ നിന്ന്. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കൃപേഷും ശരത് ലാലും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മോടൊപ്പം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഏതായാലും അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് ആ ദിവസത്തെ ആ സമയത്തെ ഓർമ്മകൾ എന്ന്. നിങ്ങളും കൃപേഷും ശരത് ലാലും നിങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയത്. എങ്ങനെ കല്ലൂട്ട് കഴകത്തിലെ ആ ഒരു പെരിങ്കളിയാട്ടത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമായിരുന്നു അന്നേ ദിവസം വൈകിട്ട് വരെ അവിടെ ഭക്ഷണമൊക്കെ വിളമ്പി ആൾക്കാരെ 10-15,000 ആൾക്കാർ വന്നിരുന്നു ആ പരിപാടിക്ക്. അവർക്ക് ഭക്ഷണങ്ങളും മറ്റും വിളമ്പി അവിടെ നിന്ന് വീട്ടിലേക്ക് പിന്നെ വരികയായിരുന്നു. ആ വരുന്ന സമയത്താണ് ഇവിടെ നിന്ന് ആ സംഭവം നടന്നത്. അവർ പിന്നെ CPMന് ഇവരെന്ന് വെച്ചാൽ ഒരു പേടി സ്വപ്നമായിരുന്നു കല്ലൂട്ട്. എന്താണെന്ന് വെച്ചാൽ ശരത് ലാലായാലും കൃപേഷായാലും മികച്ച സംഘാടകനും കുട്ടികളെല്ലാം പിന്നെ ബാലജനവേദി, അതുപോലെ സ്പോർട്സ്, മറ്റ് വാദ്യകലാസംഘം തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടായിരുന്നു. പിന്നെ വാദ്യകലാസംഘത്തിൻ്റെ മുൻനിരയിലായിരുന്നു ശരത് ലാലും കൃപേഷും. അതിന് നേതൃത്വം വഹിച്ചത് തന്നെ അവരായിരുന്നു. അപ്പോൾ അതുപോലെ ബാലജന വേദി, അതുപോലെ മറ്റ് സ്പോർട്സ്, കലാപരിപാടികൾ, ഇങ്ങനെയൊക്കെ എല്ലാ പരിപാടിക്കും രാഷ്ട്രീയം നോക്കാതെ കുട്ടികളൊക്കെ ഇവർ വിളിച്ചാൽ ഏത് സമയത്തും വരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണത്താലാണ് ഇങ്ങനെയൊരു സംഭവം. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇവിടെ പേടിയായിരുന്നു ഇവരെ. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തതെന്നാണ് തോന്നുന്നത്. ശരത്തും കൃപേഷും എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഇവിടെ കല്ലോട്ട് എന്ത് പരിപാടി ഉണ്ടായാലും ഞങ്ങളെ എല്ലാവരും ഒന്നിച്ച് അത് ആഘോഷമാക്കി തീർക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു കല്ലോട്ടുണ്ടായിരുന്നത്. അതവർ ഒറ്റ രാത്രി കൊണ്ട് തല്ലിക്കെടുത്തിയത് ആയിരുന്നു. ഞങ്ങളുടെ എല്ലാവരെ ഒത്തുകൂടലും സന്തോഷവും ചണ്ട ആയാലും ഞങ്ങൾ എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒറ്റ രാത്രി കൊണ്ട് അവർ തല്ലിക്കെടുത്തി എന്ന് പറയാം. ഒക്കെ കളിച്ചുകൊണ്ടേ പെട്ടെന്ന് കൊന്നിട്ടാകുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് ഉണ്ടാകും. അതുപോലെ ട്യൂഷനൊക്കെ സൗജന്യമായി ശരത്തിലൊക്കെ എടുക്കുന്നു പറയുന്നത് അങ്ങനെയാണ്. ഞാൻ 10 പഠിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാ പിള്ളേർക്കും ഒക്കെ എത്തിയിട്ട് ട്യൂഷനും ഇതെല്ലാം നടത്തണ്ടായി. അതിൻ്റെ എല്ലാം തന്നെ കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ട ദിവസം മുതൽ ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ആ കൊലപാതകം CPMൻ്റെ ചുമന്ന് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും അന്ന് മുതൽ അവർ നടത്തി വന്നിരുന്നു. അന്ന് കൃപേഷിനെയും ശരത് ലാലിനെയും കൊല്ലാൻ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് നയിച്ചതായി പറയപ്പെടുന്ന അവർ ആരോപിച്ച വ്യക്തിപരമായി നടന്ന കൊലപാതകമാണ് എന്ന് പറയാൻ അവർ സമർത്ഥിച്ചത് പീതാംബരനെ അടിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇവിടെ പല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പീതാംബരൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി കല്യോട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും നിരവധി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരുപാട് കേസുകൾ പ്രതിയായ ഒരു ക്രിമിനലായിരുന്നു. ആ ക്രിമിനലിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്
ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഞങ്ങളുടെ ജവഹർ ബാലമഞ്ജരി കുട്ടികളുടെ സംഘടനയുടെ പുല്ലൂർ പെരിയ മണ്ഡലം ചെയർമാനായിരുന്നു പ്രിയപ്പെട്ട ശരത്ലാൽ. ഈ ശരത്ലാൽ തന്നെയാണ് കല്യോട്ടെ ഈ രാജീവ്ജി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കും വാദ്യകലാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയും അന്ന് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അവരുടെ പെർഫോമൻസ്, സത്യം പറഞ്ഞാൽ അവരുടെ കലാപരമായ കഴിവുകൾ നമുക്ക് ഒരുപാട് കാണിച്ചു തന്നതുകൊണ്ട് അവരെന്താണ് എന്നുള്ള പൊതുചിത്രം കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട്. ആ നഷ്ടം ഇനി നികത്താൻ കഴിയില്ല. കാരണം ശരത്ലാൽ ഒന്നേ ഉള്ളൂ, കൃപേഷ് ഒന്നേ ഉള്ളൂ. അവർക്ക് പകരക്കാരായി മാറാൻ ആർക്കും കഴിയില്ല. അവർ ചെയ്ത പ്രവർത്തനം നടത്താൻ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളൊക്കെ പഴയ തലമുറ, ഞങ്ങൾ മാറി പുതിയ തലമുറ നേതൃത്വം ഏറ്റെടുത്ത് ശരത്ലാൽ ഏറ്റെടുത്ത് കൃപേഷ് ഏറ്റെടുത്ത ശേഷം ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുമായിരുന്നു. കൃപേഷ് ഒറ്റ കേസിൽ പോലും ജയിലിൽ കിടന്നിട്ടില്ല. ഈ കേസ് ഫ്രെയിം ചെയ്ത കേസിനകത്ത് ശരത്ലാൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏതാണ്. എന്തായാലും അതുതന്നെയാണ് സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും പറയാനുള്ളത്. ഏതായാലും ഇത് ആണ് ആ റോഡ്. ഈ റോഡിലൂടെ ഈ കടന്നു വരുന്ന സമയത്ത്, ബൈക്കിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത്, കൃപേഷ് ശരത്ലാലും വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത്. രണ്ടുപേരെയും വെട്ടിക്കൊല്ലപ്പെടുന്നു. നമുക്കിപ്പോൾ അവിടെ കാണാം ഒരു ബോർഡ്. ഇത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ചോര വീണ കുതിർന്ന മണ്ണ് തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ ബോർഡ്, അതൊക്കെ നമുക്ക് കാണാം. ഇതിന് തൊട്ട് സമീപത്തായാണ് ഈ സ്മൃതി മണ്ഡപവും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഓരോ ആളുകൾക്കും അവർക്ക് ഇവരുടെ ഏർപ്പാട് അത് തീരാ നഷ്ടം തന്നെ എന്ന് പറയുന്നു. കെ.വി. ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് കെ.വി. ബൈജുവും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നവമിയിലേക്ക്. നവമി, 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം, 14 പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ കുടുംബം കാത്തിരിക്കുകയാണ്. ഈ ശിക്ഷാവിധിക്ക് ശേഷം മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. നവമിയിലേക്ക് വരാം. നവമി, ചില സാങ്കേതിക തകരാറുകളുണ്ട്. ഇപ്പോൾ നവമിക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നവമി, തുടർന്നോളൂ. നവമി, കേൾക്കാമോ? അശ്വതി, 20 മാസം നീണ്ട കേൾക്കാം അശ്വതി. 20 മാസം നീണ്ട വിചാരണകൾക്കൊടുവിലാണ് 24 പേരിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയത്. ഇത് 10 പേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇന്നത്തെ വിധി ഇവർക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകുക എന്നുള്ളത് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1-ാം പ്രതിയാണ് A. പീതാംബരൻ. ഇതിൽ പ്രതികളെല്ലാം തന്നെ CPM പ്രവർത്തകരും CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരും CPM അനുഭാവികളുമാണ് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചുമൊക്കെ ഏറെ നിർണായകമായ ഒരു കേസ് കൂടിയാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകം. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും കൊച്ചിയിലെ CBI കോടതിയിൽ നിന്നും ശിക്ഷ വിധിക്കുക. ഇതിൽ 10 പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കല്ല എങ്കിൽ കൂടിയും 10-ാം പ്രതി T. രഞ്ജിത്തിനും 15-ാം പ്രതി വിഷ്ണു സുര എന്നിവരും ഇതേ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർ ചെയ്തതെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോയി എന്നൊരു കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് പരമാവധി 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വിധി പറയുന്നതിനിടയിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ കോടതി പ്രതികളോട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിരുന്നു. ഈ സമയത്തൊക്കെ പ്രതികൾ അവരുടെ കുടുംബത്തിന്റെ പ്രാരാബ്ദവും ഒപ്പം വിഷ്ണു സുര 18-ാം വയസ്സിൽ ജയിലിൽ കയറിയതാണ്. ഇത്രയും വർഷമായിട്ടും കുടുംബത്തെ, വീട്ടുകാരെ ആരെയും കണ്ടിട്ടില്ല, പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം, വെറുതെ വിടണം, അങ്ങനെ പല കാര്യങ്ങളും ഈ പ്രതികൾ പറയുകയും ചെയ്തു. ഇതെല്ലാം കോടതി കേൾക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് വിധി വരുമ്പോൾ 11 മണിക്ക് ശിക്ഷ വിധിക്കുമ്പോൾ എന്തായിരിക്കും ഇവർക്ക് മേൽ ചുമത്തുന്ന, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് ഉറ്റുനോക്കുകയാണ്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും 10 പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 2 വർഷം വരെ തടവോ പിഴയും ഒക്കെ ലഭിക്കുന്ന കുറ്റമാണ് മുൻ ഉദുമ MLAയും ചെയ്തതെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഏറെ നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണ് 11 മണിക്ക് ഈ ശിക്ഷ വരുമ്പോൾ.
അശ്വതി. അതാണ് നവമി. ഞാൻ KV ബൈജുവിലേക്ക് ഒന്ന് പോവുകയാണ്. ബൈജു, വൈകാരികമാണ് പെരിയയെ സംബന്ധിച്ചിടത്തോളം, ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്രത്തോളം വൈകാരികമാണ്. ഫെബ്രുവരി 17, 2019 അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാനാകാത്ത ദിവസവുമാണ്. ഇന്നിപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ ഇരുന്നായിരിക്കും അവർ ആ ശിക്ഷാവിധി കേൾക്കുക, അല്ലേ ബൈജു? തീർച്ചയായും അശ്വതി, സ്മൃതി മണ്ഡപത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പാർച്ചന ഉൾപ്പെടെ ഉണ്ട്. ഒരുപാട് നേതാക്കൾ ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടാവും. ഇതിൽ ഈ കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത്ലാലിന്റെ അമ്മയും സഹോദരിയും അമൃതയും ഇവർ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ ഇന്ന് സ്മൃതി മണ്ഡപത്തിൽ തന്നെ ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡീൻ കുര്യാക്കോസിനെ പോലുള്ള ഒരുപാട് നേതാക്കൾ ഇന്ന് എത്തുന്നുണ്ട്. അത് അല്പസമയം കഴിഞ്ഞാൽ അറിയാം. എന്തായാലും നവമി സൂചിപ്പിച്ചതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് CPM-ന്റെ ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള അവരുടെ ശിക്ഷ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഇതിലെ കേസിലെ ഒന്നാം പ്രതിയായ A പീതാംബരനെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കുകയും തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല മറ്റു നേതാക്കളുടെ കാര്യം. ഏതായാലും 6ഓളം CPM-ന്റെ നേതാക്കളാണ് ഇതിൽ പ്രതികളായി ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് ഏതായാലും നിയമ പോരാട്ടം വീണ്ടും തുടരും എന്ന് തന്നെയാണ് പ്രതിഭാഗമായാലും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബമായാലും നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ എന്ത് ശിക്ഷ വരുന്നു അതനുസരിച്ച് മറ്റ് തുടർ നടപടികൾ എന്നായിരുന്നു അവർ പറഞ്ഞത്. ഏതായാലും ഈ പെരിയ അതുപോലെ തന്നെ കല്ലോട്ട് പ്രദേശം അതിശക്തമായ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയുണ്ട്. നമുക്കറിയാം 2019 ഫെബ്രുവരി 17 പറയുന്ന ആ ദിവസം, ഈ കൊലപാതകം നടന്ന ദിവസം, അന്ന് റിപ്പോർട്ടിങ്ങിനായി ആ സ്ഥലത്ത് പോയ ഒരാളാണ് ഞാൻ. അന്ന് വലിയ തോതിൽ സംഘർഷമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി കടകൾക്ക് നേരെ, നിരവധി വീടുകൾക്ക് നേരെ ഒക്കെ വലിയ തോതിൽ ആക്രമണം. അത് ആഴ്ചകളും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കി. അത് ഒരു വർഷത്തോളം നീണ്ടു നിന്നു. ഇപ്പോഴും പെരിയ ഇരട്ട കൊലപാതകം എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെയും മനസ്സിൽ അത് വലിയ തോതിലുള്ള മുറിവായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ കേട്ടതാണ് ആ ഒരു ഉറ്റ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ വലിയ പ്രിയപ്പെട്ടവരായിരുന്നു ഈ ശരത്ലാലും കൃപേഷും. അവിടെ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുത്തു കൊടുക്കുക, നൃത്തം അഭ്യസിപ്പിച്ചു കൊടുക്കുക, ചെണ്ട ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതുമാത്രമല്ല അവിടെ ഉണ്ടാകുന്ന എന്ത് പരിപാടിക്കായാലും ഈ നേരത്തെ അവർ പറഞ്ഞിരുന്നു പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് ആ പരിപാടിക്കൊക്കെ സജീവമായി ഇടപെടൽ നടത്തിയ 2 ചെറുപ്പക്കാരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്നാലും വളരെ നിർണായകമായ രാഷ്ട്രീയ കേരളത്തിനുള്ള ഒരു നിർണായകമായ ദിവസമാണ് ഇന്ന്. എന്ത് വിധിയാണ് ഇവർക്ക് നൽകുന്നതെന്ന് അത് നവമി പറഞ്ഞതുപോലെ തന്നെ വധശ്രമം, വധക്കുറ്റം ഇവർക്ക് ചുമത്തുമോ, എന്തായാലും ഇരട്ട ജീവപര്യന്തമോ വധശിക്ഷയോ നൽകണമെന്നൊരു ആവശ്യം, അത്തരത്തിലുള്ളൊരു ആഗ്രഹം നേരത്തെ തന്നെ കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. ഇതിൽ 10 പേരെ വെറുതെ വിട്ട നടപടിയിൽ കടുത്ത അതൃപ്തരാണ് ഈ കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയാലും ഒക്കെ കഴിഞ്ഞ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും സ്മൃതി മണ്ഡപത്തിൽ വലിയ തോതിലുള്ള ആളുകൾ ഇന്ന് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിയോടുകൂടി കൂടുതൽ ആളുകൾ എത്തും. അത് മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഇവിടെ ഇന്ന് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ 2 പേരുടെയും വീടുകളിൽ നേരത്തെയൊക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയത്തിലാണ് ഇന്ന് 6 വർഷത്തിൽ എത്താൻ നിൽക്കുമ്പോൾ ഇതിനൊരു അന്തിമ വിധി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെയും അവരെ സ്നേഹിക്കുന്നവരെയും ഒക്കെ എന്ത് വിധിയാണ് ഇവർക്ക് വരുന്നതെന്ന്. 14 പേരാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 14 പേർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കാണ് നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തതായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? അത് തന്നെയാണ് പെരിയ കല്ലോട്ടെ നിവാസികൾ കാത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് നേരത്തെ തന്നെ സമാധാന യോഗങ്ങളൊക്കെ വിളിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രകടനമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് അത്തരത്തിൽ ഈ വിധിയെ ഇവർ ഏത് രീതിയിലാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വലിയ തോതിലുള്ള ആഘോഷം ഉണ്ടാകും. പുഷ്പ അർച്ചന രാവിലെ മുതൽ തന്നെ 9 മണിയോടുകൂടി തന്നെ ഉണ്ടാകും. അത്തരത്തിൽ എല്ലാ നേതാക്കളോടും സ്മൃതി മണ്ഡപത്തിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബവും സ്മൃതി മണ്ഡപത്തിൽ ഉണ്ടാകും. അവിടെ നിന്നായിരിക്കും ഇവർ ഈ വിവരങ്ങൾ, ഈ വാർത്ത, ഈ വിവരങ്ങൾ അറിയുക, ഈ വിധി അറിയുക. അതിനുശേഷം ഉള്ള പ്രതികരണങ്ങൾ അതൊക്കെ ഉണ്ടാകും. എന്തായാലും കല്ലോട്ട്
പെരിയ ഈ പ്രദേശങ്ങളിലൊക്കെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ പോലീസിനെ കാസർഗോഡ് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോടതി ഈ വിധി പറയാൻ എടുത്തപ്പോഴും നമ്മൾ കണ്ടതാണ്, ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടതാണ്. വലിയ തോതിൽ പോലീസ് സന്നാഹം, ബേക്കൽ ഡിവൈഎസ്പി മനോജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം എല്ലാ സ്റ്റേഷനിലും, കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലെയും SHOമാരെ ഇന്ന് കല്ലോട്ടെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഴുതടച്ചുള്ള സുരക്ഷ തന്നെയാണ് ഇന്ന് കല്ലോട്ടും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. വളരെ സമാധാനപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 11 മണി അത് നിർണായകമാണ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ശരി ബൈജു, നവമിയിലേക്ക് ഒരിക്കൽ കൂടി. നവമി, വധശിക്ഷ വരെ, ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് പ്രതികൾക്കുമേൽ. ഒപ്പം ഈ വിധി പറയുന്ന സമയത്ത് കോടതി പ്രതികളെ കേൾക്കുകയും ചെയ്തിരുന്നു. നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രാരാബ്ദങ്ങളും പ്രതികൾ പറഞ്ഞിരുന്നു. വയസ്സായ അമ്മയും അച്ഛനും ഉണ്ട് നോക്കണം, അതുപോലെ തന്നെ ഭാവി ഇങ്ങനെ മുന്നിൽ കിടക്കുകയാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞ പ്രതികളുണ്ട്. അതൊന്നും ഈ ശിക്ഷാവിധിയെ ബാധിക്കാനുള്ള സാധ്യതയില്ലല്ലോ. കാരണം അത്രത്തോളം ക്രൂരമായ കൊലപാതകമെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതല്ലേ? തീർച്ചയായും അശ്വതി, അതൊരു പ്രൊസീജിയർ മാത്രമാണ്. എന്താണ് പ്രതികൾക്ക് പറയാനുള്ളത് എന്ന് കോടതി കേൾക്കുക എന്നുള്ളത്. ഇതേപോലെ അച്ഛനും അമ്മയും സഹോദരിയും പ്രാരാബ്ദങ്ങളും, പഠിക്കണമെന്ന ആഗ്രഹവും ജോലി നേടണമെന്ന ആഗ്രഹവും കുടുംബത്തെ നോക്കണമെന്ന ആഗ്രഹവുമുള്ള 2 യുവാക്കളായിരുന്നു കൃപേഷും ശരത്ലാലും. അവരെ ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഈ പ്രതികൾ ഓർക്കണമായിരുന്നു അവർക്കും കുടുംബവും പ്രാരാബ്ദവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന്. എന്തായാലും ഈ പ്രതികൾ ഈ കോടതി ഇവരെ കുറ്റക്കാരനാണെന്ന് തെളിയിച്ച സമയത്തായിരുന്നു ഇത്തരത്തിൽ എന്തൊക്കെയാണ് പ്രതികൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചത്. ഇതിൽ വിഷ്ണു സുരയാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞത്. പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം, ഡിഗ്രി പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, 18-ാം വയസ്സിൽ കോടതിയിൽ ജയിലിൽ കഴിയുന്നതാണ്, ഇതുവരേക്കും കുടുംബത്തെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല എന്ന് വിഷ്ണു സുര പറയുന്നു. അതോടൊപ്പം മുൻ MLA ഉദുമ MLA പറഞ്ഞത് പ്രായമായ അമ്മയുണ്ട്, അമ്മയെ നോക്കണം, അതുകൊണ്ട് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി തരണമെന്നാണ് MLAയും പറഞ്ഞത്. പക്ഷെ ഇതൊന്നും കോടതി കേൾക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ തന്നെയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. കൃപേഷിനെയും ശരത്ലാലിനെയും ക്രൂരമായി കൊലപ്പെടുത്തി, ഒപ്പം തെളിവുകൾ നശിപ്പിക്കുന്നു. അതോടൊപ്പം ഈ കൃപേഷും ശരത്ലാലും എപ്പോഴാണ് ഈ സംഭവ സ്ഥലത്തെത്തുന്നത്, അവരെവിടെ നിന്ന് പുറപ്പെട്ടു, ഈ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രതികൾ ഈ കൊലപാതകികൾക്ക്, ഈ കൊലയിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കൊലപാതകത്തിന് തുല്യമാണെന്ന് കോടതി ഈ ശിക്ഷ വിധിക്കുന്നതിനിടയിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികളുടെ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ പ്രതികൾ പറയുന്ന പ്രാരാബ്ദങ്ങളൊന്നും തന്നെ കോടതി മുഖവുരയ്ക്കെടുക്കുന്ന സാധ്യത കുറവാണ്. എന്തായാലും ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കുന്ന കുറ്റങ്ങൾ തന്നെയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ 10 പേരെയാണ് കോടതി വെറുതെ വിട്ടിരുന്നത്. ഇതിനെതിരെ കുടുംബം കോടതി അപ്പീൽ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേൽക്കോടതികളെ സമീപിക്കും. കാരണം ഈ ഒരു കൊലപാതകത്തിൽ ഇവർക്കൊക്കെ നേരിട്ട് പങ്കുണ്ടെന്നും അല്ലെങ്കിൽ ഇവർക്കെതിരെ തെളിവുണ്ടെന്നും CBI കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെയാണ് ഇപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ കുടുംബവും തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ശിക്ഷ കേൾക്കുന്നതിന് വേണ്ടി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്മാരും സഹോദരിമാരും ഒക്കെ എത്തിയിരുന്നു. അവർ പറഞ്ഞത് ഇതിലെന്തായാലും അപ്പീൽ നൽകും. തങ്ങളുടെ സഹോദരനെ, മകനെ കൊലപ്പെടുത്തിയതിൽ ഈ കുറ്റവിമുക്തരാക്കിയ 10 പേർക്കും പങ്കുണ്ട്. അവർക്കും ശിക്ഷ മേടിച്ച് നൽകുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം ഈ സർക്കാരിന്റെ ഒരു അലംഭാവം, ഇതിലൊരു ഈ CBI കേസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ വരെ സമീപിക്കാൻ സർക്കാർ പോയ നീക്കങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ പാർട്ടി പ്രവർത്തകരായതുകൊണ്ടാണോ ഇവരെ വെറുതെ വിടുന്നതെന്നൊരു ചോദ്യമാണ് കുടുംബവും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കും ശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഇവരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുവാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, നവമി ദിനേശും KV ബൈജുവുമാണ് വിവരങ്ങൾ നൽകിയത്. ഫെബ്രുവരി 17, 2019 രാത്രി 7:45 പെരിങ്കളിയാട്ട ദിനങ്ങൾ കാത്തിരുന്ന പെരിയയ്ക്ക് ആ രാത്രി മറക്കാനാവില്ല. കേരളം കണ്ട അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം. ആ അരുംകൊല ഇന്നും പെരിയയുടെ മനസ്സിലെ മായ്ക്കാനാകാത്ത മുറിവാണ്. ഒരു വിങ്ങലോടെ അല്ലാതെ കേരളത്തിന് ഓർക്കാൻ കഴിയാത്ത 2 മുഖങ്ങൾ, കല്യോട്ടെ കൃപേഷും ശരത്ലാലും. ഒരു നാടിനാകെ പ്രിയപ്പെട്ടവരായിരുന്ന ഇവരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുതള്ളിയവർ. 5 വർഷത്തിനിപ്പുറമാണ് ഇവർക്ക് ശിക്ഷാവിധി.
2019 ഫെബ്രുവരി 17 പെരിങ്കുളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിന് ശേഷം ശരത് ലാലും കൃപേഷും പുറപ്പെടുന്നു. കല്യോട് സ്കൂൾ എച്ചിലടക്കം റോഡിൽ ഇവരുടെ മുന്നിലേക്ക് 8-അംഗ സംഘം ചാടി വീണു. ശരത് ലാലിന്റെ ശരീരമാസകലം വെട്ടി, കൃപേഷിന്റെ തലയ്ക്ക് വെട്ടേറ്റു. ഇരുവരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് മുൻപ് കണ്ടിട്ടില്ലാത്ത അന്വേഷണവും നിയമപോരാട്ടവുമാണ് കേരളം കണ്ടത്. ഫെബ്രുവരി 18 CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനും CJ സജീവ് അറസ്റ്റിൽ. ഫെബ്രുവരി 21 അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. മാർച്ച് 2 പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ CPM പ്രമുഖരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന ഭയപ്പാടിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ അഴിച്ചുപണി. നീതി നിർവഹിക്കേണ്ടവർ കൊന്നുതള്ളിയവർക്കൊപ്പമെന്ന സംശയം ബലപ്പെട്ടതോടെ ഏപ്രിൽ 1 അഭയം തേടി മാതാപിതാക്കൾ മേൽക്കോടതിയിലേക്ക്. ഇതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മുൻപില്ലാത്ത വേഗത. മെയ് 14 CPM നേതാക്കളായ K. മണികണ്ഠൻ, N. ബാലകൃഷ്ണൻ എന്നിവർ അറസ്റ്റിൽ. മെയ് 20 ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആകെ 14 പ്രതികൾ, മുഴുവൻ പേരും CPMുമായി അടുത്ത ബന്ധമുള്ളവർ. സെപ്റ്റംബർ 30 അന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. സർക്കാരിന് വൻ തിരിച്ചടി. പ്രതികൾക്കായി നിയമവഴിയിലൂടെ സർക്കാർ ഒക്ടോബർ 29 ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. എന്നാൽ 2020 ഓഗസ്റ്റ് 25 ഡിവിഷൻ ബെഞ്ചും അപ്പീൽ തള്ളി. ഇതോടെ സർക്കാരിന് വീണ്ടും തിരിച്ചടി. CBI പേടിയിൽ എന്നിട്ടും പിന്മാറാതെ സെപ്റ്റംബർ 12 പരമോന്നത കോടതിയിലേക്ക് സർക്കാർ. ഡിസംബർ 1 CBI അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീൽ തള്ളുന്നു. 2021 ഡിസംബർ 3 CBI കുറ്റപത്രം നൽകി. ആകെ 24 പ്രതികൾ. 2023 ഫെബ്രുവരി 2 വിചാരണ തുടങ്ങി. 2024 ഡിസംബർ 28 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ആദ്യം പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കൊണ്ടുപോയ പാർട്ടി നേതാക്കൾ പലരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഫോറൻസിക് പരിശോധനകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. CBI അന്വേഷണം ഒഴിവാക്കാൻ 1,14 ലക്ഷം പൊതുപണം ചിലവാക്കി. ഒപ്പം നിൽക്കേണ്ട സർക്കാർ എതിർപക്ഷം ചേർന്നപ്പോഴും തളരാതെ നിന്ന് പോരാടി ഈ കുടുംബങ്ങൾ. ഇവർ തരണം ചെയ്തത് മക്കൾ നഷ്ടമായ വേദനയ്ക്കൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമില്ലാത്ത സമാനതകളില്ലാത്ത പ്രഹരങ്ങൾ. ഒരു ശിക്ഷയും ഇതിന് പരിഹാരമാകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ 6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് ശിക്ഷാവിധി വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അതിലേക്ക് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്തെത്തും. തട്ടത്തുമലയിലാണ് ആദ്യ സ്വീകരണം. വൈകുന്നേരം 5 മണിയോടെ നഗരത്തിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും സ്വീകരണം നൽകും. പുത്തരിക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന കലവറയിലെ പാലുകാച്ചൽ ചടങ്ങും രാവിലെ നടക്കും. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കലവറ ഒരുങ്ങുന്നത്. നാളെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുന്നത്. കലോത്സവത്തിനോടനുബന്ധിച്ച് ആഘോഷമായി കലവറ നിറയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെയാണ് കലവറ നിറയ്ക്കലിനോടനുബന്ധിച്ച് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചത്. പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു നേരം 20,000 പേർക്ക് എന്ന നിലയിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കലാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയുള്ള കടകംപള്ളി സുരേന്ദ്രൻ MLA, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട്. ഏതാണ്ട് 20,000 പേർക്ക് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കൊടുക്കേണ്ട തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ്, വലിയ തരത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ കലവറ നിറയ്ക്കൽ പുരോഗമിക്കുന്നതും. ഈ ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയുള്ള കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അവസാനമായിട്ട് ഒരുക്കങ്ങൾ? ഈ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. 12 BRCകളിൽ നിന്നായിട്ട് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ എല്ലാം നല്ല സാധനങ്ങളാണ്. എല്ലാ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? നോ. തിരുവനന്തപുരം 12 BRCകളുണ്ട്. അവിടെ നിന്നാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ കളക്ട് ചെയ്ത് വന്നിട്ട് സ്കൂളുകളിൽ നിന്ന് അവിടെ കളക്ട് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള ഒരു പിന്തുണ ഈ ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരണത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് കാണുന്നത്. ഒരു ദിവസം ഒരു നേരം എത്ര പേർക്ക് എന്നുള്ളതാണ് കണക്ക്? 20,000 പേര് വേണ്ടി വരും. 15,000 വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്,
അവരുടെ കൂടെ വരുന്നതായിട്ട് രക്ഷിതാക്കളും അധ്യാപകരും വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ 20,000 പേർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ അതാണ് വേണ്ടത്. ഒരു സമയത്ത് എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും? അങ്ങനെ നമ്മുടെ അവിടെ ഒരു 3000-ഓളം വരുന്ന ആളുകൾക്ക് ഒരു സമയം ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഒരുക്കങ്ങൾ. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത തരത്തിൽ ഉള്ള ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ കലോത്സവത്തോടനുബന്ധിച്ച് ഈ പാചകപ്പുരയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ, അതോടൊപ്പം മറ്റുള്ളവർ ഈ കലോത്സവത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ, അതോടൊപ്പം മറ്റ് സംഘടനകളൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെയൊക്കെ ഒരു ശ്രമദാനത്തിന്റെ ഫലമായിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇവിടേക്ക് ഈ കലോത്സവം നടക്കുന്നതിനോടനുബന്ധിച്ച് ഈ പുത്തരിക്കണ്ടം മൈതാനത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പാചകശാലയ്ക്ക് സമീപത്തേക്ക് കലവറയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 20,000 പേർക്ക് ഒരു നേരമെന്ന് പറയുമ്പോൾ ഒരു ദിവസം 3 നേരം ഇങ്ങനെ ഭക്ഷണം വിടുമ്പോൾ ഏതാണ്ട് 60,000-ഓളം ആളുകൾക്ക് ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി ഭക്ഷണം നൽകേണ്ട തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം 3-ാം തീയതി മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടേക്ക് എത്തിത്തുടങ്ങും. 4-ാം തീയതിയാണ് ഉദ്ഘാടനം, ഈ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. പക്ഷേ അന്ന് രാവിലെ മുതൽ തന്നെ പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ പാചകപ്പുരയിലെ ഈ ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കുക. എന്തായാലും വലിയ തരത്തിൽ ഒരു ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തവണ ഈ ഊട്ടുശാലയിൽ ഈ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും അത് പാകം ചെയ്യുകയും ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. വലിയ തരത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു സംഘാടനത്തിലടക്കം വലിയ തരത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുന്ന ഒരു കാര്യത്തിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണം ഉറപ്പുവരുത്താൻ കഴിഞ്ഞതിലൂടെ വലിയ ചെലവാകുന്ന, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്ന ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി ഈ കലവറയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടിയിലൂടെ അത് ഫലം കണ്ടത് എന്ന് തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്ന അധികൃതരൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അടുത്ത ദിവസമാണ് ഈ കലോത്സവത്തോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര അടക്കം ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെയും പാചകപ്പുരയിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അങ്ങനെ അരങ്ങുണരുകയാണ്. അനന്തപുരി എല്ലാ രീതിയിലും തയ്യാറാണ് എന്നുള്ളതാണ് ഡാൻ കുര്യന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. എല്ലാ രീതിയിലുള്ള സംഘാടനവും മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. കുട്ടികളെ വരവേൽക്കാനായി, അതിഥികളെല്ലാം വരവേൽക്കാനായി ആതിഥേയരായി തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റ് വാർത്തകളിലേക്ക്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ശിവഗിരി മഠവും NSSും തമ്മിലാണെങ്കിലും വെട്ടിലാകുന്നത് കോൺഗ്രസും BJPയുമാണ്. ഷർട്ട് വിവാദത്തിൽ ഏത് പക്ഷം നിന്നാലും ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടം തിരിച്ചറിഞ്ഞ് തന്ത്രപരമായ മൗനത്തിലാണ് ഇരു പാർട്ടികളും. ഇതിൽ നേട്ടമുണ്ടാകുക CPMനാകും. ഷർട്ട് വിവാദത്തിൽ ശിവഗിരി മഠത്തിനൊപ്പമോ NSSനൊപ്പമോ ഏതു പക്ഷം നിന്നാലും മറുഭാഗത്തു നിന്ന് തിരിച്ചടിയുണ്ടാകും. വിഷയത്തിൽ ശരിക്കും പെട്ടുനിൽക്കുകയാണ് കോൺഗ്രസും BJPയും. ശിവഗിരി മഠത്തിനൊപ്പമെന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാട് പ്രഖ്യാപിച്ചതോടെ ഇതിൽ നേട്ടം കാണുന്ന പാർട്ടി CPMമാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ശിവഗിരി മഠത്തിനെതിരെ കൂടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞതും CPMന് ഗുണമായി. ഈഴവ വോട്ടടിത്തറ തിരിച്ചുപിടിക്കാനുള്ള CPM ശ്രമങ്ങളെ സഹായിക്കുന്നതാണ് വീണുകിട്ടിയതെങ്കിലും ഈ തർക്കം. വെള്ളാപ്പള്ളി നടേശനെയും SNDPയെയും എതിർക്കും പോലെയല്ല ശിവഗിരി മഠത്തെ എതിർക്കുന്നത്. അത് ഈഴവ വോട്ട് ബാങ്കിൽ വൈകാരിക എതിർപ്പുണ്ടാക്കും. കോൺഗ്രസിനേക്കാൾ ഈഴവ വോട്ട് ബാങ്കിൽ കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്ന BJPയാണ് ശരിക്കും വെട്ടിലാകുന്നത്. ഷർട്ട് ഊരണമെന്ന വ്യവസ്ഥ മാറ്റണമെന്ന് പറഞ്ഞത് പിണറായി വിജയനായിരുന്നെങ്കിൽ അതിനെ എതിർത്ത ആചാര സംരക്ഷണ പക്ഷം പിടിക്കാമായിരുന്നു. ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞത് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. പിണറായി വിജയൻ അതിനോട് യോജിച്ചു എന്നേയുള്ളൂ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം വന്നില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രത്തോളം ചർച്ചയാകുമായിരുന്നില്ല. ശിവഗിരി മഠം NSS തർക്കമായി മാറില്ലായിരുന്നു. ശിവഗിരി മഠത്തിന്റെ അഭിപ്രായത്തിനെതിരെ പ്രകോപനപരമായിട്ടായിരുന്നു G സുകുമാരൻ നായരുടെ പ്രതികരണം. കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി
അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ ആരാ ഇത് പറയാൻ? പതിവ് ശൈലി വിട്ട കടുത്ത പ്രതികരണവുമായി ശിവഗിരി മഠവും രംഗത്ത് വന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്, കടമയുണ്ട്, കടപ്പാട്. സുകുമാരൻ നായരെ പോലെയുള്ള കുറെ ആളുകൾ ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല. അവര് 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ സുകുമാരൻ നായരെക്കാൾ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ധാർമ്മികമായ ചുമതല എനിക്കുണ്ട് എന്ന് സുകുമാരൻ നായർ ധരിച്ചാൽ കൊള്ളാം. ഈ തർക്കത്തിൽ അഭിപ്രായം പറയാതെ തന്ത്രപരമായി മൗനം പാലിച്ചു മുന്നോട്ടു പോകാനാകുമോ എന്ന ചോദ്യത്തിനു മുന്നിലാണ് ഇരു പാർട്ടികളും. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കലൂരിലെ അപകടത്തിൽ മൃദംഗാവിഷൻ ഉടമ നികോഷ് കുമാർ അറസ്റ്റിൽ. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നികോഷ് എത്തിയത് കോടതി നിർദ്ദേശപ്രകാരം. ഓസ്കാർ ഇവന്റ്സ് മാനേജിംഗ് പ്രൊപ്പറേറ്റർ PS ജനീഷ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരായില്ല. കലൂരിലെ വിവാദ നൃത്ത പരിപാടിയുടെ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് വിവരങ്ങളും പുറത്തുവന്നു. നൃത്തത്തിൽ നിന്ന് പിന്മാറിയവരുടെ പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. നൃത്താധ്യാപിക സുരഭി പരിപാടിയിൽ പങ്കെടുക്കാനായി നൽകിയ 32,000 രൂപ തിരികെ ചോദിച്ചു. ഇതിന് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു മൃദംഗാവിഷന്റെ മറുപടിയെന്ന് സുരഭി. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടക്കുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. വിവിധ വകുപ്പുകളുടെ അനുമതി സംബന്ധിച്ച് പരിശോധന നടത്തിവരുന്നു. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. കൺമുന്നിൽ നടന്ന അപകടം ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും കമ്മീഷണർ. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഡോക്ടർമാർ. എക്സ്റേയിൽ ശ്വാസകോശത്തിൽ വെള്ളക്കെട്ട് കാണുന്നുണ്ടെന്നും പൂർണ്ണമായ ഭേദമാകൽ സമയമെടുത്ത് മാത്രമേ ഉണ്ടാകൂവെന്നും ഡോക്ടർമാർ. എറണാകുളം വീണ്ടും വാർത്തയിലേക്ക്. UDF-നോട് കൂടുതൽ അടുക്കാൻ PV അൻവർ. വനനിയമ ഭേദഗതിക്കെതിരെ PV അൻവർ നയിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ്. വൈകിട്ട് പനമരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര മറ്റന്നാൾ വഴിക്കടവിൽ അവസാനിക്കും. എല്ലാ നിലക്കും എതിർക്കപ്പെടേണ്ട ഒരു നിയമ ഭേദഗതി ബില്ലാണിത്. ഒരു കാരണവശാലും അത് കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവരുത്. അതിനെ അതിശക്തമായി എതിർക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം ആ അർത്ഥത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അതാണ് പൊതുവായിട്ട് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അലർട്ട് ചെയ്യുന്നതിന്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലത്തില് ഈ വരുന്ന 3-ാം തീയതി വൈകുന്നേരത്തെ പനമരത്ത് നടക്കുന്ന പൊതുയോഗം, 4-ാം തീയതി വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങള്, കോഴിക്കോട് ജില്ലയിലെ 4ാമത്തെ മണ്ഡലമായ തിരുവമ്പാടിയിലെ ആദ്യത്തെ ദിവസം, 2ാമത്തെ ദിവസം ജാഥ സമാപിക്കുകയും 5-ാം തീയതി ഞായറാഴ്ച രാവിലെ ഏറനാട് മണ്ഡലത്തിലെ ഇടവണ്ണ പഞ്ചായത്തിലെ ചാത്തലൂരിൽ നിന്ന് ആരംഭിച്ച് മമ്പാട് വഴി വണ്ടൂർ അങ്ങാടിയും അതോടൊപ്പം അതിനുശേഷം ഈ 2 മണ്ഡലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലത്തേക്ക് പ്രവേശിച്ച ശേഷം അമരമ്പലം, കരുളായി, മുത്തേടം, അതുപോലെ തന്നെ ചുങ്കത്ര, പോത്തുകല്ല്, വഴിക്കടവ് രാത്രി 7 മണിയോട് കൂടിയിട്ട് ഇടക്കരയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ജനകീയ പ്രതിഷേധ യാത്രയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും എല്ലാ പൊതുസമൂഹത്തിലെയും സാമൂഹ്യ രംഗത്തേക്ക് ആളുകളുടെ പിന്തുണ ഇതിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതൊരു ജനകീയ വിഷയമായി കണ്ടുകൊണ്ട് ജനങ്ങൾ ഇതിൽ സജീവമായി പങ്കെടുത്ത് നമ്മുടെ പ്രതിഷേധം നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മുന്നിലെത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം എന്ന് സ്നേഹപൂർവ്വം. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഏതെങ്കിലുമുള്ള ഒരു സൂചനയാണ് ഈ പനമരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര? അശ്വതി, ഗുഡ് മോർണിംഗ്. അൻവറിന്റെ യാത്ര എവിടേക്ക് എത്തിച്ചേരും എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ സൂചനകളാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ. യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നത് MP ET മുഹമ്മദ് ബഷീർ. അൻവറിന്റെ യാത്ര UDF-ലേക്ക് എത്രമാത്രം
അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയും. ഇടതുപക്ഷത്തിൻ്റെ MLA ആയി ഏറെക്കാലം UDF-നെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന അൻവർ കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് നിലപാട് മാറ്റുകയും സ്വതന്ത്രനായി മാറുകയും ഇടതുപക്ഷത്തിനെ നിശ്ചിതമായി വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു സംഘടന രൂപീകരിച്ച് DMK എന്നൊരു സംഘടന രൂപീകരിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും ഇടതുപക്ഷം വിട്ടതിന് ശേഷം ഒരു അഭയസ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനിടെ അദ്ദേഹം പല നേതാക്കളുമായും പല നേതൃത്വത്തിലുള്ള പലരുമായിട്ടും പല രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാലിനെ കണ്ടു എന്നുള്ളവരെ ആണ് റിപ്പോർട്ടുകൾ. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഈ യാത്ര UDF-നോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് വേണം നമുക്ക് കാണുവാൻ. അൻവർ ഉയർത്തിപ്പിടിച്ച വിഷയം ഈ ഘട്ടത്തിൽ ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വയനാട് മണ്ഡലവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരും ഈ പറയുന്ന തിരുവമ്പാടിയുമെല്ലാം ഒട്ടേറെ വന്യജീവി ആക്രമണത്താൽ വലയുന്ന ജനങ്ങളുള്ള സ്ഥലമാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിൽ അവിടെ നിരന്തരം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ വിഷയം അത് ഈ ഒരു മേഖലയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തലവേദന തന്നെയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനൊപ്പം UDF നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണയുമായി വരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര അത് ജനകീയ വിഷയങ്ങൾ മുൻനിർത്തി മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും UDF-ലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴിയായിട്ട് വേണം നമുക്കിതിനെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുവാൻ. ശരി, CV അനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുക്കം തുടങ്ങി കോൺഗ്രസ്. മിഷൻ 2025-ന്റെ ഭാഗമായി കോഴിക്കോട് ഇന്ന് വാർഡ് പ്രസിഡന്റുമാരുടെ സമ്മേളനം നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കും. പാർട്ടി അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC നടത്തിയ 60 കോടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിലും മറുപടി നൽകാതെ സർക്കാർ. കഴിഞ്ഞ ജൂലൈ 1-നാണ് പ്രതിപക്ഷ MLA-മാർ ധനമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിലയിരുത്തൽ നടക്കുന്നുണ്ടോ? പ്രസ്തുത സ്ഥാപനം അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ? നിക്ഷേപിച്ച തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ? KFC അനിൽ അംബാനിയുടെ കമ്പനിയായ RCFL-ൽ എത്ര തുക നിക്ഷേപിച്ചു? എത്ര പലിശ നിരക്കിൽ നിക്ഷേപിച്ചു? പിന്നീട് എത്ര തുക തിരികെ ലഭിച്ചു? എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യങ്ങൾ. PC വിശ്വനാഥ്, TJ വിനോദ്, M വിൻസെന്റ്, KK രമ എന്നിവരായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. KFC-യുടെ വിവാദ നിക്ഷേപം സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ധനകാര്യമന്ത്രി ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നടന്നത് ബിസിനസ് ഡീലാണെന്നും മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുൻ ധനകാര്യമന്ത്രി തന്നെ വിശദീകരിക്കുമ്പോഴും സംഭവിച്ച നഷ്ടത്തിന് ആരുത്തരവാദിത്തമേൽക്കും എന്നതിൽ ധനകാര്യ വകുപ്പിന് ഇപ്പോഴും മറുപടിയില്ല. PF നിക്ഷേപത്തിൽ വകയിരുത്തിയിരുന്ന തുകയിലെ ഒരു വിഹിതമാണ് KFC അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചതെന്നാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി അടച്ചുപൂട്ടിയതോടെ നഷ്ടപരിഹാരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ വകുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ വീണ്ടും 90,000 കടന്ന തീർത്ഥാടക തിരക്ക്. ഇന്നലെ 93,178 പേർ മല കയറി. തിരക്ക് കൂടിയതോടെ ഇന്നലെ രാത്രി മരക്കൂട്ടം വരെ ക്യൂ നീണ്ടു. ഇന്ന് രാവിലെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. G ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരക്ക് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് നിയന്ത്രണം ശബരിമലയിൽ? രാവിലെ ഏതാണ്ട് 7 മണി വരെ മാത്രം 27,000-ൽ പരം ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തി എന്നുള്ളതാണ് കണക്ക്. ഇന്നലെ ഏതാണ്ട് 93,000 ഭക്തർ എത്തി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ നല്ല തിരക്കാണിപ്പോൾ. ഉഷപൂജയുമായി ബന്ധപ്പെട്ട പൂജകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇപ്പോൾ ദർശനം നിയന്ത്രിച്ചിരിക്കുന്നു. നിയന്ത്രണം കഴിഞ്ഞ് വീണ്ടും ഭക്തരിതാ കടത്തിവിടാൻ തുടങ്ങുകയാണ്. എന്തായാലും വലിയ തിരക്ക് തന്നെ തുടരുന്നു. ഇന്നലെ ഏതാണ്ട് രാത്രി വൈകിയും വലിയ തിരക്ക്, നീണ്ട ക്യൂ തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മരക്കൂട്ടം കഴിഞ്ഞും തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മിനിയാന്നാണ്
ഏതാണ്ട് 80,000 പേർ മാത്രമാണ് ദർശനത്തിനെത്തിയത്. അതിനും അപ്പുറം 31-ന് ഏതാണ്ട് 1,00,000 പേർ, കൃത്യമായ 1,00,000 പേർ സന്നിധാനത്തെത്തുന്നു. എന്തായാലും മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സ്വാഭാവികമായും ഇത്രത്തോളം വലിയ തിരക്ക് സാധാരണഗതിയിൽ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിരക്ക് എങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാം, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി പോവുകയാണ് ശബരിമല സന്നിധാനത്ത്. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. എന്നാലും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. വലിയ തിരക്ക് തുടരുമ്പോഴും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ഒരു പരിധിവരെ ദർശനം നടക്കുന്നു എന്നുള്ളതാണ് ആകെ ആശ്വാസകരമായിട്ടുള്ളത്. എന്തായാലും നല്ല തിരക്ക് തുടരുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അത് കൂടും എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അശ്വതി. ശരി, ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. 2 ആക്രമണങ്ങളുടെ നടുക്കത്തിലാണ് അമേരിക്ക. പുതുവത്സര രാവിൽ ന്യൂ ഓർലൻസിൽ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി 15 പേരെ കൊലപ്പെടുത്തിയതും ഇന്നലെ ലാസ് വേഗാസിൽ ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലുണ്ടായ ആക്രമണവും, ന്യൂ ഓർലൻസിൽ ആക്രമണം നടത്തിയത് മുൻ US സൈനികൻ കൂടിയാണ്. കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കി ISൽ ചേരാനായിരുന്നു ഇയാളുടെ പദ്ധതി. ലാസ് വേഗാസിലെ ഹോട്ടലിന് മുന്നിൽ നടന്ന ആക്രമണത്തിൽ തീവ്രവാദിയെ വധിച്ചിരുന്നു. ന്യൂസ് 18 കേരളം അമേരിക്കൻ പ്രതിനിധി ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഈ 2 ആക്രമണങ്ങളും പുതുവർഷത്തിൽ നടക്കുമ്പോൾ അമേരിക്ക ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിന് പിന്നിൽ ആരാണെന്നാണ് മനസ്സിലാക്കുന്നത്? 2025 ന്യൂ ഇയർ ദിവസം ഒരു ബ്ലഡി ഡേ ആയിട്ടാണ് അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2 ടെററിസ്റ്റ് അറ്റാക്കുകളും അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ഗൺ വയലൻസ് ന്യൂയോർക്കിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആദ്യം ന്യൂ ഓർലൈൻസിൽ ബാർബൺ സ്ട്രീറ്റിൽ നടന്നതിൽ 14 പേരാണ് മരിച്ചത്. ഏകദേശം 30-ലധികം ആൾക്കാർക്ക് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറിയും പറ്റിയെന്നുള്ളതാണ് റിപ്പോർട്ടുള്ളത്. ഇത് ഒരു ടെക്സസ് ഉള്ളിലുള്ള ഒരു ഒറിജിൻ, ഇദ്ദേഹത്തിന്റെ ഒറിജിൻ പാകിസ്ഥാനാണ്, എന്നാൽ അമേരിക്കയിൽ ബോൺ ആൻഡ് ബോട്ട് ഓഫ് ആണ്, ടെക്സസിലാണ് ഒറിജിനൽ. ഒരു ആർമി വെറ്ററൻ ആയിരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. 2008 മുതൽ 2015 വരെ അദ്ദേഹം US ആർമിയിൽ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം 2020 വരെ ആക്റ്റീവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. 2020 ശേഷമാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ജോലി മാറുകയാണ് ഉണ്ടായതാണ് അറിയാൻ കഴിഞ്ഞത്. 2 തവണ ഡൈവേഴ്സ് ചെയ്തതാണ്. എന്നാൽ അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാർ പറയുന്നത് വളരെയധികം നല്ല വെൽ മാനേഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ 2021 2022 ആ ഒരു കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്താണ് ഇദ്ദേഹം ഐസിസിന്റെ ഒരു ഏജന്റായി മാറുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഇദ്ദേഹം സ്വന്തം ഫാമിലിയെ തന്നെ എല്ലാവരെയും കൊല്ലേണ്ട അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരികയുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു ട്രാജിക് ഇൻസിഡന്റ് ന്യൂ ഇയറിന്റെ ഈവിലാണ് നടന്നത്. ന്യൂ ഓർലൈൻസിന്റെ ബർബോൺ സ്ട്രീറ്റിലാണ് ഇത് നടന്നത്. ഏകദേശം 100 ആയിരക്കണക്കിന് ആൾക്കാർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് ആ സ്ട്രീറ്റിലുണ്ടായിരുന്നു. അവിടേക്ക് ഒരു ഫോർഡ് F-150 ട്രക്ക്, ഒരു മിനി ട്രക്ക് ഓടിച്ചു കയറ്റി ആണ് ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചത്. വേറൊരു പ്രത്യേകത, ഈ അറ്റാക്ക് വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു അറ്റാക്ക് ട്രക്ക് ഓടിച്ചാൽ ട്രക്ക് ഇടിപ്പിച്ച് കൊല്ലുന്നില്ല മാത്രമല്ല, എന്നാൽ അതിനുശേഷം ഈ ട്രക്കിനകത്ത് മറ്റ് LED ഡിറ്റനേറ്റേഴ്സും റിമോട്ട് കൺട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് FBI ഏജൻസ് പറയുന്നത്, ഈ ട്രക്കിനകത്ത് നിന്ന് അങ്ങനെയെങ്കിലും അദ്ദേഹം സേവ് ആയി പോവുകയാണെങ്കിൽ ഇത് ട്രക്ക് റിമോട്ടായിട്ട് എക്സ്പ്ലോഡ് ചെയ്തിട്ട് എത്രയധികം ആൾക്കാരെ കൊല്ലാൻ പറ്റുമോ അത്രയധികം ആൾക്കാരെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു അറ്റാക്ക് നടന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു FBI ഇത് 100% ഐസിസ് മോട്ടിവേറ്റഡ് അറ്റാക്ക് ആണ്. ഇദ്ദേഹം ഒരു മറ്റ് 2 ഇൻസിഡന്റ് നടന്നതുമായിട്ടൊരു ബന്ധമില്ല. ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഐസൊലേറ്റഡ് പ്രവർത്തനമായിട്ടാണ് ഇത് ഇന്ന് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ ഫ്രണ്ടില് ലാസ് വേഗസിൽ ഒരു സൈബർ ട്രക്ക് അറ്റാക്ക് ഉണ്ടായി. ആ സൈബർ ട്രക്ക് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് ഇവിടെയുള്ള ഡെൻവറിലുള്ള ലെവൽസ് ബർഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 2 അറ്റാക്ക് നടത്ത വ്യക്തികളും 2 പേരും ആർമി വെറ്ററൻസ് ആയിരുന്നു. ഈ പറഞ്ഞ ന്യൂ ഓർലൈൻസിലും ഈ ഒരു ടെററിസ്റ്റ് ആയ ഷംസിദ് ബിൻ ജബ്ബാർ എന്ന് പറയുന്നത്, അദ്ദേഹം 8 വർഷം ആർമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ലെവൽസ് ബർഗർ ഡെൻവറിലുള്ള അദ്ദേഹം ഏകദേശം 19 വർഷം അമേരിക്കൻ ആർമിയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ ട്രക്ക് വളരെയധികം സ്ട്രോങ് ആണ് എന്ന് ഇതുകൂടെ പ്രൂവ് ചെയ്തിരിക്കുന്നു. കാരണം ആ ഡെറ്റനേഷന് ശേഷം ട്രക്കിന്റെ മുകൾ ഭാഗമാണ് മുകളിലേക്ക് പോയത്, എന്നാൽ സൈഡ് ഭാഗം ഒട്ടും നാശനഷ്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹോട്ടൽ ഇൻടാക്ട് ആയിട്ടിരുന്നു. എന്നാൽ അതിന്റെ ഇമ്പാക്ട് 40 നിലയിൽ വരെയുള്ള വിൻഡോസ് വരെ കുലുങ്ങി അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുകയുണ്ടായി. എന്നാൽ മറ്റ് ആളപായമോ മറ്റു വസ്തുക്കൾക്കുള്ള നഷ്ടമോ ആ ഒരു അറ്റാക്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ മൂന്നാമത് വേറൊരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഗൺ വയലൻസ് ആണ്. ഇവിടെ ക്യൂൻസിൽ ഒരു നൈറ്റ് ക്ലബിന്റെ ഫ്രണ്ടിലൂടെ തോക്കുധാരികൾ വെടിവെച്ച് പോയതിൽ ഏകദേശം 10 പേര് പരിക്കേറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അപ്പം ഏതർത്ഥത്തിലും അമേരിക്കയിൽ ഒരു പുതുപ്പിറവി, ഒരു ബ്ലഡി ഡേ ആയിട്ടാണ് ഇവിടെ ജനുവരി 1, 2 ഇപ്പം. അതാണ് ശ്രീ സജിമോൻ, തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഏത് രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വർധനവ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകുകയോ മറ്റോ നടന്നിട്ടുണ്ടോ ഇപ്പോൾ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ന്യൂ ഓർലൈൻസിൽ ഇത്രയും വലിയൊരു അറ്റാക്ക് നടന്നു എങ്കിൽ പോലും 24 മണിക്കൂറിനകം അവർ ആ റോഡ് റീഓപ്പൺ ചെയ്തു. അവിടെ ഇന്നലെ നടക്കേണ്ടിയിരുന്ന വലിയൊരു ഫുട്ബോൾ ഗെയിം ഇന്നത്തേക്ക് 24 മണിക്കൂറിലേക്ക് അത് മാറ്റിവെച്ചായിരുന്നു. എന്നാൽ ഇന്ന് അത് 24 മണിക്കൂർ മാറ്റിവെച്ചതിന് ശേഷം ഇന്ന് ആ ഫുട്ബോൾ ഗെയിമും അവിടെ നടക്കുകയാണ്. ആ ഫുട്ബോൾ ഗെയിം കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഒത്തുചേർന്നായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം സുരക്ഷയുടെ ക്രമീകരണത്തിന് പാളിച്ച എവിടെയോ പറ്റിയോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്. എന്നാൽ അതൊരു പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ മുന്നേക്ക് പോകുക എന്നുള്ളൊരു ധീരമായ തീരുമാനത്തിലാണ് FBI-യും മറ്റ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയാൻ, ഞാൻ പെട്ടെന്ന് കണക്കുകളും നോക്കി 2023-ലും 2022-ലും ഒക്കെ അമേരിക്കയിൽ എത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ സോഴ്സസ് നോക്കുകയാണെങ്കിൽ 40,167, അതായത് ഏകദേശം 118 ആൾക്കാർ ഗൺ വയലൻസിൽ അമേരിക്കയിൽ മരിക്കുകയുണ്ടായി 2023-ല്. അതുപോലെ തന്നെ 2021-ലും 2022-ലും ഈ ഒരു ശരാശരി എന്ന് പറഞ്ഞാൽ അതിലും അല്പം കൂടെ കൂടുതലാണ്. ഏകദേശം 48,200-ഓളം ആൾക്കാരാണ് ഗൺ വയലൻസിൽ അമേരിക്കയിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതിന് മുമ്പ് 2001 നമുക്ക് എല്ലാവർക്കും അറിയാം 9/11 2001 സംഭവിച്ചപ്പോൾ ഏകദേശം 2,996 ആൾക്കാർക്കാണ് ജീവൻ പോയതെന്ന്. അതിനുശേഷം വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഈ ഐസിസിന്റെ ഒറ്റപ്പെട്ട അറ്റാക്കുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും വളരെയധികം ആളപായം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ന്യൂ ഓർലൈൻസ് അറ്റാക്കിനെ കരുതപ്പെടുന്നത്. കാരണം ഓൾറെഡി 14 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു, 30-ലധികം ആൾക്കാർ ഇപ്പോഴും ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു പോണെങ്കിൽ തന്നെ ന്യൂ ഇയർ ഒരു നല്ല സന്തോഷകരമായ ഒരു ദിവസമാണ്, ശുഭദിനമാണ്. എന്നാൽ അമേരിക്കയിൽ ഇതൊരു ബ്ലഡി ഡേ ആയിട്ടാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതയിലാണ് അമേരിക്ക. താങ്ക് യു മിസ്റ്റർ സജിമോൻ ആന്റണി. മറ്റു വാർത്തകളിലേക്ക്. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ കുറ്റങ്ങളാണ് പരിപാടിയുടെ സംഘാടകനായ നികോഷ് കുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നൃത്ത പരിപാടിയെ തുടർന്ന് മൈതാനത്ത് കേടുപാടുകൾ ഉണ്ടായോ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും GCDAയും സംയുക്തമായി പരിശോധന നടത്തും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആദ്യം ഈ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും? അശ്വതി, ഇന്നലെ 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് മൃദംഗ വിഷൻ ഉടമയായിട്ടുള്ള നികോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയാക്കിയ അശാസ്ത്രീയമായ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം, മറ്റൊന്ന് ഈ കുട്ടികളിൽ നിന്നും പണം പിരിച്ചതിൽ കൂടി വലിയ സാമ്പത്തിക തട്ടിപ്പ് ഇവർ നടത്തി. അങ്ങനെ 2 കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതിയാണ് നികോഷ് കുമാർ. ഈ അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മിച്ചതിൽ GCDAയുടെ അനുമതി വാങ്ങിയില്ല. പോലീസിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുവാനൊന്നും ഇവർ ശ്രമിച്ചില്ല. പകരം ഇങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മാണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടത്തിയത് എന്നതാണ് പോലീസ് ഇന്നലെ വിശദമായിട്ട് ഇവരിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നരഹത്യ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമയായിട്ടുള്ള ജിനേഷ് ഇന്നലെ ഹാജരായില്ല. ജിനേഷിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് കോടതി പോലീസിനെ അറിയിച്ചത്. എന്തായാലും അതിലെന്താണ് ഇനി തുടർ നടപടി? ഇനി മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതിലൊന്നും പോലീസ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടില്ല. എന്നാലും ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കേസുമായി നടന്നത്. മറ്റൊന്ന്, ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ
ഇതിനോടകം തന്നെ മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്ന് പോലീസിന് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ രക്ഷിതാവ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കുട്ടികളിൽ നിന്നും വസ്ത്രത്തിന് പോലും അമിതമായി തുക ഈടാക്കിയെന്ന് കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ പാസിനും ഈ കുട്ടികളുടെ അക്കോമഡേഷനും ഫുഡിനും വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്ന കൃത്യമായി തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഇവർക്ക് ഇതിൽ എത്രത്തോളം ലാഭമുണ്ടായി, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, ഇതെല്ലാം പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നികോഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നാം ഇപ്പോൾ പറഞ്ഞ ഈ കേസിൽ ഈ നികോഷ് അടക്കം 3 പേർ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ടല്ലോ അല്ലെ? അതെ ശ്രുതി, ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, ഒപ്പം CEO ഷമീർ അബ്ദുൾ റഹീം, C മിനി എന്നിവരാണ് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. പോലീസ് പ്രധാനമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കുറച്ച് തെളിവുകൾ കൂടി ശേഖരിച്ചാൽ ഇവരുടെ അറസ്റ്റിലേക്ക് വരെ നയിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഇവർക്കെതിരെ ഉണ്ടായതെന്ന് പ്രഥമ ദൃഷ്ട്യാ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. അതിനിടയിലാണ് ഇവർ 3 പേരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിലപാടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഇവർ മുൻകൂർ ജാമ്യം കോടതിയെ സമീപിച്ചപ്പോൾ ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതിന്റെ ഭാഗമായാണ് ഇരുവരോടും കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നികോഷ് കുമാർ ഇന്നലെ 2 മണിക്ക് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും സാമ്പത്തിക തട്ടിപ്പിൽ ഇവർ 3 പേരുടെയും ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യം ഇന്ന് കോടതി പരിഗണിക്കും. അതാണ് നവമി. മറ്റൊന്ന് ഈ പരിശോധനയാണ്, കലൂർ സ്റ്റേഡിയത്തിലെ പരിശോധനയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും GCDAയും സംയുക്തമായി പരിശോധന നടത്തും. അതിന്റെ ലക്ഷ്യം എന്താണ്? അശ്വതി, ഈ സ്റ്റേഡിയം നിർമ്മാണത്തിൽ അത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ടൗൺ കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഈ 12 ഇത്രയും അധികം കുട്ടികൾ വന്ന് അവിടെ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇന്ന് അന്വേഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരും ഒപ്പം GCDAയുടെ എഞ്ചിനീയർമാരുമായിരിക്കും ഈ സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തുന്നത്. ഇവർ പ്രധാനമായും പരിശോധിക്കുക പുൽത്തകിടിയിൽ കാരവാൻ, ഈ ദിവ്യ ഉണ്ണിയുടെ കാരവാൻ പുൽത്തകിടിയിൽ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ടച്ച് ലൈൻ വരെ നർത്തകിമാരെ നിർത്തുകയും ചെയ്തു. ഇത് ഏതെങ്കിലും തരത്തിലെ ഗ്രൗണ്ടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇനി ഇവർക്ക് ഫുട്ബോൾ മത്സരം നടത്തുമ്പോൾ അതിൽ കളിക്കാർക്ക് പ്രതികൂലമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ഒരു പരിശോധന ഇന്ന് നടത്തുന്നത്. നവമി ദിനേശാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 83ാം ദിനത്തിലേക്ക്. രാവിലെ 11 മണിക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുനമ്പം സമരവേദി സന്ദർശിക്കും. ഭൂമി തർക്കത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് കോൺഗ്രസിന്റെയും ആവശ്യം. അതിനിടെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ നായർ നാളെ മുനമ്പം സന്ദർശിക്കും. ഞായറാഴ്ച വരാപ്പുഴ, കോട്ടപ്പുറം, എറണാകുളം, അങ്കമാലി അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കും. വൈപ്പിൻ മുതൽ മുനമ്പം വരെ ഏകദേശം 25 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. ഇടവേള. കലൂരിലെ അപകടത്തിൽ മൃദംഗാവിഷനുടമ നികോഷ് കുമാർ അറസ്റ്റിൽ. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നികോഷ് എത്തിയത് കോടതി നിർദ്ദേശപ്രകാരം. ഓസ്കാർ ഇവന്റ്സ് മാനേജിംഗ് പ്രൊപ്പറേറ്റർ PS ജനീഷ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരായില്ല. കലൂരിലെ വിവാദ നൃത്ത പരിപാടിയുടെ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് വിവരങ്ങളും പുറത്തുവന്നു. നൃത്തത്തിൽ നിന്ന് പിന്മാറിയവരുടെ പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. നൃത്താധ്യാപക സുരഭി പരിപാടിയിൽ പങ്കെടുക്കാനായി നൽകിയ 32,000 രൂപ തിരികെ ചോദിച്ചു. ഇതിന് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു മൃദംഗാവിഷന്റെ മറുപടിയെന്ന് സുരഭി. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടക്കുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു.
വിവിധ വകുപ്പുകളുടെ അനുമതി സംബന്ധിച്ച് പരിശോധന നടത്തിവരുന്നു. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. കൺമുന്നിൽ നടന്ന അപകടം ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും കമ്മീഷണർ. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഡോക്ടർമാർ. എക്സ്റേയിൽ ശ്വാസകോശത്തിൽ വെള്ളക്കെട്ട് കാണുന്നുണ്ടെന്നും പൂർണ്ണമായ ഭേദമാകൽ സമയമെടുത്ത് മാത്രമേ ഉണ്ടാകൂവെന്നും ഡോക്ടർമാർ. എറണാകുളം കലൂരിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കസേരയിലിരുന്ന ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകരിൽ ഒരാളായ സിജോയ് വർഗീസ് നിർദ്ദേശിക്കുകയായിരുന്നു. സമീപത്ത് നിന്നിരുന്ന മറ്റൊരു സ്ത്രീ മറികടന്നു പോകുമ്പോഴായിരുന്നു അപകടം. കലൂരിലെ നൃത്തപരിപാടിയിൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കും. വേദിക്ക് മുന്നിൽ കടന്നുപോകാൻ സ്ഥലമുണ്ടായിരുന്നില്ലെന്നും മന്ത്രി. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ പ്രതികളായ സംഘാടകരെ ഒരു മന്ത്രി സംരക്ഷിക്കുന്നതായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടപ്പോൾ മനുഷ്യത്വമുള്ള ആരും വേദിയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദ്യം. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഒരാൾ അപ്പോൾ നമ്മളിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് ജനുവരി 3 അപ്പോൾ ജനുവരി 3 സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ന്യൂസ് 18 കേരളത്തിന്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. കോഴിക്കോട് സ്വദേശിയായ പ്രബീഷ് ഭാസ്കറിന്റെയും രേഷ്മ വിജയന്റെയും മകൾ ഇസൈ മൊഴിയുടെ 2ാം പിറന്നാളാണ്. നല്ല പേരാണ് ഇസൈ മൊഴി. അപ്പോൾ ഇസൈ മോക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അയാൻ സുനീറിന്റെ 7ാം പിറന്നാളാണിന്ന്. അച്ഛൻ സുനീറും അമ്മ ഷിഫിൻ ഇർഷാദും മോന് ആശംസകൾ നേരുകയാണ്. ഒപ്പം ന്യൂസ് 18 വകയും മോൻ ആശംസകൾ അറിയിക്കുന്നു. അയൺ മോൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊല്ലം കുട്ടിക്കട സ്വദേശികളായ ബിനീഷ മുനീർ ദമ്പതികളുടെ 4ാം വിവാഹ വാർഷികമാണിന്ന്. ബിനീഷയ്ക്കും മുനീറിനും ഹാപ്പി ആനിവേഴ്സറി. കരുനാഗപ്പള്ളിയിലെ മനുവിന്റെയും ദീപ്തിയുടെയും മകൾ ഹിമാനി മനുവിന്റെ 7ാം പിറന്നാളാണ്. ഹിമാനി മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ദിവസങ്ങളാകട്ടെ ഇനിയുള്ളത്. മാളികപ്പുറം ആനന്ദ് ശ്രീബാല, 10ാം വളവ് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ ജന്മദിനമാണിന്ന്. സുമതി വളവ് എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണിപ്പോൾ അഭിലാഷ്. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് പുറത്തിറങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ നിങ്ങൾക്കും ന്യൂസ് 18 സ്ക്രീനിൽ എത്താം. അതിനായി ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്. ഉത്തരേന്ത്യയിൽ അതിശൈത്യമാണ്. മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. കശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയാണ്. നിരവധി ഹൈവേകൾ അടച്ചു. 6 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഏറ്റവും കുറഞ്ഞ താപനില. സഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തെ തുടർന്ന് ജനുവരി 8 വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കിഴക്കേക്കോട്ട മുതൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ടാകും. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് സർവീസുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ചകോട്ട, കോട്ടയ്ക്കകം എന്നിവിടങ്ങളിലേക്കുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തും. വലിയ വാഹനങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലും പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. കാറുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ പുളിമൂട് മുതൽ ആയുർവേദ കോളേജ് വരെയും ആയുർവേദ കോളേജ് മുതൽ കുന്നുംപുറം വരെയുള്ള റോഡിലും യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ പരിസരത്തും സംസ്കൃത കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ആതിഥേയരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രണങ്ങളോടെ വരുന്നവർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കാം. ഇന്നിത് സംഭവിക്കും. പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ ഇന്ന് വിധിക്കും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറയുന്നത്. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, ഉദുമ CPM മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തി.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ജില്ലാ അതിർത്തിയായ കിളിമാനൂർ തട്ടത്തുമലയിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകും. കലോത്സവ കലവറയുടെ പാലുകാച്ചൽ ചടങ്ങ് 10:30-ഓടെ. 8 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ആലപ്പുഴ ജില്ലയിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് ഇന്ന് തുടക്കം. ചേർത്തല താലൂക്ക് തല അദാലത്ത് രാവിലെ 9:30 മുതൽ സെന്റ് മൈക്കിൾസ് കോളേജിൽ നടക്കും. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ പങ്കെടുക്കും. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ PV അൻവർ MLA നയിക്കുന്ന പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്ര ഇന്ന് വൈകിട്ട് പനമരത്ത് യാത്ര DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വഴിക്കടവിൽ യാത്ര സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ യോഗം കോഴിക്കോട്ട് ചേരും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ വാർഡ് പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് 4-ന് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. തലസ്ഥാനത്ത് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച വസന്തോത്സവത്തിന് കനകക്കുന്നിൽ ഇന്ന് സമാപനം. ഇന്ന് അർദ്ധരാത്രി വരെ പുഷ്പമേളയിലേക്ക് പ്രവേശനം ഉണ്ടാകും. വളപട്ടണം പാലം പാപ്പിനിശ്ശേരി റോഡിൽ ഇന്നു മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. പുതിയ തെരു, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്ക് അഴിക്കാനാണ് തീരുമാനം. ജനുവരി 8 വരെയാണ് പരിഷ്കാരം നടപ്പിലാക്കുക. മേളഗ്രാമമായ പെരുവനത്ത് രാജ്യാന്തര ഗ്രാമോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കും. വൈകിട്ട് 5:30 എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്യും. KS ചിത്രയും സത്യനന്ദിക്കാടും ചടങ്ങിൽ പങ്കെടുക്കും. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മോശം തുടക്കം. 57 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. 10 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ, 4 റൺസ് എടുത്ത KL രാഹുൽ, 20 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ എന്നിവരാണ് പുറത്തായത്. മോശം ഫോമിലുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിയത്. പകരം ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിക്കുന്നത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഇനി സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോകളുമായി ഇത് കണ്ടോ.